ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം എല്ലാവരോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് മുകളിലായി കഴിഞ്ഞു നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി. ഇനിയുള്ള വീഡിയോകളിലും ഞാൻ ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സപ്പോർട്ട് ചെയ്ത്, കാരണം ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എനിക്ക് ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ തരുന്ന ഓരോ ലൈക്ക് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ റീച്ച് ആവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ നമ്മളെ ബോഡി മെഷർമെന്റ് വെറും ചെസ്റ്റ് അളവ് അല്ലെങ്കിൽ ബസ്റ്റ് അളവ് മാത്രം എടുത്തിട്ട് എങ്ങനെയാണ് ബാക്കിയുള്ള മെഷർമെന്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ക്ലാസ് ആണ് ഞാനിന്ന് പറഞ്ഞിരുന്നത് കേട്ടോ. ഇപ്പോൾ ബസ്റ്റ് അളവ് 40 ആണെങ്കിൽ, ഒരു ഉദാഹരണമായിട്ട് 40, 38, 36 ഒക്കെ വരുന്നുണ്ട് അല്ലേ നമ്മളുടെ ചെസ്റ്റ് അളവ്. അപ്പോൾ ബസ്റ്റ് അളവ് നമുക്ക് 40 ആണ് എങ്കിൽ, അല്ലെങ്കിൽ 38നോടും 36നോടും ഒക്കെ ഇതേപോലത്തെ തന്നെയാണ് നമ്മൾ കണക്കുകൾ ചെയ്യേണ്ടത്. 40 ആണ് ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുന്ന ഒരു സൈസ്. 40 സൈസ് ആണെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നെക്കിന്റെ ചുറ്റളവ്, അതായത് നമ്മളിപ്പോൾ ഒരു കോളർ നെക്ക് അടിക്കുകയാണെങ്കിൽ അതിന് ചുറ്റുമുള്ള റൗണ്ട് അല്ലെ, ഒരു കോളർ നെക്ക് ആണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള റൗണ്ട് കിട്ടണം. ഒരു നെക്ക് ഇതാണെങ്കിൽ ഇങ്ങനെ ചുറ്റുമുള്ള ഒരു റൗണ്ട് നമുക്ക് കിട്ടണം അല്ലെ. കോളർ നെക്കിന്റെ ഒരു ചുറ്റും ഇങ്ങനെയുള്ള ഒരു റൗണ്ട് നമുക്ക് കിട്ടണം, അതായത് ബാക്കും ഫ്രണ്ടും എല്ലാം കൂടിയിട്ടുള്ളത്. അങ്ങനെയുള്ള റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ചെസ്റ്റിനോട് കൂടിയിട്ട് എന്താണ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പൊ ആദ്യം തന്നെ വേണ്ടത് നെക്കിന്റെ ഗർത്ത് മെഷർ കിട്ടാൻ വേണ്ടിയിട്ട് 1/3 ചെസ്റ്റിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ 2.5 to 3 ഇഞ്ചാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ 3 ഇഞ്ച് തന്നെ നമുക്ക് എടുക്കാം. 3 ഇഞ്ച് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 3 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ 40, അപ്പൊ ഇങ്ങനെ ഒരു കണക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 40 ആണ് നമ്മുടെ ചെസ്റ്റ് അളവ്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 13.3 ആണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അതിന്റെ കൂടെ പ്ലസ് നമ്മൾ 3 ആഡ് ചെയ്യാണ്. അപ്പൊ എത്രയാണ് വരുന്നത്? 16.4.1 എന്നുള്ള ഒരു മെഷർമെന്റ് ആണ് വരുന്നത്. കണ്ടില്ലേ? മെഷർമെന്റ് എടുക്കുമ്പോൾ 16.4.1 അല്ലെങ്കിൽ 16.5 ഇങ്ങനെ നമുക്ക് എടുക്കാം. കണ്ടല്ലോ? ഇപ്പൊ നെക്കിന്റെ ചുറ്റളവാണ് നമ്മൾക്ക് 16.5 ഇഞ്ച് കിട്ടിയത്. അപ്പൊ 40 സൈസുള്ള ഒരാൾക്ക് കേട്ടോ. ഇപ്പൊ 38 ആണ് വരുന്നെങ്കിലോ 38 ഡിവൈഡഡ് ബൈ 3 12.1 അല്ലെങ്കിൽ 12.4 12.6ന്റെ കൂടെ നമ്മൾ 3 ഇഞ്ച് കൂട്ടുക, പ്ലസ് 3 ഇഞ്ച്. ഇപ്പൊ എത്ര വന്നു? 15 വന്നു. കണ്ടോ? അപ്പൊ 38 ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് 15 നമ്മളുടെ നെക്കിന്റെ ചുറ്റളവ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ 32 ആണ് വരുന്നതെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു കോളർ നമ്മൾ അളവെടുത്തിട്ടില്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ ഇപ്പൊ 40 ചെസ്റ്റ് അളവുള്ള ഒരാളുടെ ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മളെടുത്ത് വെറും ചെസ്റ്റ് അളവ് മാത്രമേ ഉള്ളൂ, അതിനനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ എല്ലാ അളവുകളും കാണുന്നത് കേട്ടോ. ഇനി വേസ്റ്റിന്റെ ഗർത്ത് മെഷർ, വേസ്റ്റിന്റെ ചുറ്റളവ് എങ്ങനെയാണ് കാണുക? ഫുൾ വേസ്റ്റ്, അതായത് ഇങ്ങനെയാണ് നമ്മളെ വേസ്റ്റ്, നമ്മളെ ബോഡി മെഷർമെന്റ്. ഇപ്പോൾ ചെസ്റ്റ് അളവ് മാത്രമാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി വേസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വേസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ചെസ്റ്റ് മെഷർമെന്റിൽ നിന്ന് മൈനസ് ചെയ്യാം. ചെസ്റ്റ് മെഷർമെന്റിൽ നിന്ന് 4 തൊട്ട് 5 ഇഞ്ച് വരെ നമ്മൾക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു അളവ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ 40യിൽ നിന്ന് നമ്മൾക്ക് മൈനസ് ചെയ്യുമ്പോൾ 5 ഇഞ്ച് മൈനസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? ഇവിടെ 40യിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 35 ആയിരിക്കും അല്ലെ. അപ്പോൾ വേസ്റ്റ് അളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ചെസ്റ്റ് മൈനസ് 5 ഇഞ്ച്. ഈ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മൾ അളവെടുക്കുമ്പോൾ എന്തായാലും നമ്മൾ 40 സൈസ് മാത്രമായിട്ട് എടുക്കില്ല അല്ലെ. 40 ചെസ്റ്റ് മെഷർമെന്റ് മാത്രമായിട്ട് ഒരു വ്യക്തിയുടെ നമ്മൾ മെഷർമെന്റ് ചെയ്യില്ല. ഇതിപ്പോ നമ്മൾക്ക് ഒരു ഗാർമെന്റ് ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു റെഡിമെയ്ഡ് ബിസിനസ് ചെയ്യണം എങ്കിൽ നമ്മൾക്ക് 40 മെഷർമെന്റ് ഉള്ള ഒരാൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കണക്കുകളാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾക്ക് ഒരാളുടെ ബോഡിയിൽ നിന്ന് അളവുകളൊന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പൊ സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സ് മാത്രമാണ് നമുക്ക് അതിൽ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെയുള്ളൊരു കണക്കുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഒരു ബോഡി മെഷർമെന്റ് നമ്മൾക്ക് എടുക്കുമ്പോൾ എന്തായാലും ചെസ്റ്റ് മെഷർമെന്റ് മാത്രമായിട്ട് നമ്മൾ ചെയ്യില്ല. ഒരു ചെസ്റ്റ് മെഷർമെന്റ് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെയാണ് ഈ വക കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ
ഫുള്ള് ഷേപ്പായിട്ടൊന്നും നമുക്ക് ഈ ഒരു മെഷർമെന്റിൽ നിന്ന് നമുക്ക് ഈ കാൽക്കുലേഷൻസിലൂടെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ ഒരു ചുരിദാർ അടിക്കുകയാണെങ്കിലോ ഒന്നും നമുക്ക് ഇതേപോലെ ഇങ്ങനത്തെ മെഷർമെന്റിലൂടെ നമുക്കൊന്നും ഫുൾ ഫിറ്റ് ആയിട്ടുള്ള ഒരു ഗാർമെന്റ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഫുള്ള് നമ്മൾ അളവുകൾ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അളവുകൾ എടുക്കുക. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു ബിസിനസ്, ഗാർമെന്റ് ബിസിനസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ഫ്രോക്കിനായാലും അല്ലെങ്കിൽ ചുരിദാറിനായാലും ഒക്കെ നമ്മൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് മാത്രമാണിത് കേട്ടോ. ഹിപ്പ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഹിപ്പ് അല്ലെങ്കിൽ സീറ്റ് റൗണ്ട് എന്നൊക്കെ പറയില്ലേ, അപ്പൊ ഹിപ്പ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെഷർമെന്റ് എന്താണ്? ചെസ്റ്റിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. 2 അല്ലെങ്കിൽ 2.5 ഇഞ്ച് വരെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 2.5 ഇഞ്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ 2.5 ഇഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഹിപ്പിന്റെ, അതായത് സ്ലിറ്റ് നമ്മൾ ഇടുന്ന ആ ഭാഗത്തെ മെഷർമെന്റ് ആണ് എന്ത്, ചെസ്റ്റിന്റെ കൂടെ 2.5 ഇഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പൊ 2.5 തൊട്ട് 3 ഇഞ്ച് വരെ, അപ്പോൾ ഒരുപാട് തടിയുള്ളവർക്കൊക്കെ 3 ഇഞ്ച് വരെ ആഡ് ചെയ്യേണ്ടി വരും. ചുരി പാന്റ് ഒക്കെ അടിക്കുന്ന നേരത്ത് അതിന്റെ സ്മാൾ റൗണ്ട് അല്ലെങ്കിൽ കാഫ് റൗണ്ട് ഇതൊന്നും നമ്മൾ എടുത്തിട്ടില്ല, നീ റൗണ്ട് ഒന്നും എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ഇനി പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ സ്മാൾ റൗണ്ട് കണ്ടുപിടിക്കണം. സ്മാൾ റൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ മുട്ടിന് താഴെയായിട്ട് ആ മസിലിന് തൊട്ട് മുകളിലായിട്ട്, കാലിന്റെ മസിലിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന ആ ഒരു ഭാഗത്തിനാണ് സ്മാൾ റൗണ്ട് എന്ന് പറയുന്നത്. ആ സ്മാൾ റൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് നോക്കാം. നമ്മളുടെ സീറ്റ് റൗണ്ട് ഉണ്ടല്ലോ, ഈ സീറ്റ് റൗണ്ടിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മുടെ സീറ്റ് റൗണ്ട് എത്രയായിരിക്കും വരിക? അപ്പൊ 40 ജസ്റ്റ് ഉള്ള ഒരാൾക്ക് 42.5 ആണ് വരിക. മനസ്സിലായല്ലോ? അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പൊ സ്മാൾ റൗണ്ട് എനിക്ക് കിട്ടുന്നത് 14.1 അല്ലെങ്കിൽ 14.4, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. 14.1 എന്നുള്ളത് ഒരു റൗണ്ട് ആക്കിയിട്ട് 14.4 എന്ന് നമുക്ക് അടയാളപ്പെടുത്താം. സ്മാൾ റൗണ്ട് കിട്ടി. ഇനി നീ റൗണ്ട്, അതായത് നീയുടെ തൊട്ട് താഴെയായിട്ട് വരുന്ന മെഷർമെന്റ് ആണ് ഈ സ്മാൾ എന്ന് പറയുന്നത് കേട്ടല്ലോ. മസിൽ റൗണ്ടിനും തൊട്ട് ഇടയിലായിട്ട് വരുന്നത്, നമ്മളുടെ മുട്ടുകാലിനും അതുപോലെ തന്നെ കാലിന്റെ മസിലിനും ഇടയിലായിട്ട് വരുന്ന പോർഷൻ ആണ് സ്മാൾ റൗണ്ട് കേട്ടല്ലോ. ഇനി നമ്മൾക്ക് വേണ്ടത് നീ റൗണ്ട് ആണ്. നീ എന്ന് പറയുന്നത് നമ്മളുടെ മുട്ടിന്റെ അളവ്. നീ റൗണ്ട്, മുട്ടിന്റെ ചുറ്റളവ് എങ്ങനെയാണ് കാണുക? ഈ ഒരു മെഷർമെന്റ്, ഇപ്പൊ 14.4 എന്നുള്ള മെഷർമെന്റ് കിട്ടി സ്മാൾ റൗണ്ട് അല്ലെ, അതിന്റെ കൂടെ 1.5 ഇഞ്ച് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ 14ന്റെ കൂടെ 14.4ന്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നീ റൗണ്ട് കിട്ടും. മനസ്സിലായല്ലോ? 14.4ന്റെ കൂടെ, അതായത് സ്മാൾ റൗണ്ട് നമ്മൾ എന്താണ് ചെയ്തത്? സീറ്റിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അങ്ങനെ കിട്ടിയതാണ് ഇത്. മനസ്സിലായല്ലോ? സീറ്റ് റൗണ്ടിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 14.4 കിട്ടി. ആ റൗണ്ടിന്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയപ്പോൾ നീ റൗണ്ടും കിട്ടി, മുട്ടിന്റെ അവിടുത്തെ റൗണ്ട് മെഷർമെന്റ്. അതേപോലെ തന്നെയാണ് കാഫ് മസിൽ. കാഫ് മസിൽ എന്ന് പറയുന്നത് നമ്മൾ കാലിന്റെ മസിലിനെയാണ് കാഫ് മസിൽ എന്ന് പറയുന്നത്. ആ മസിൽ റൗണ്ട് കിട്ടാനും ഇത് തന്നെയാണ് ഫോർമുല. അതായത് സീറ്റ് റൗണ്ടിനെ ഈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ നമ്മൾ 1.5 കൂട്ടിയിട്ടാൽ ഈ സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ നീ റൗണ്ട് തന്നെ ഏതാണ്ട് കാഫ് റൗണ്ട് ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മളുടെ ഒരു സൈ റൗണ്ട് എന്ന് പറയും. സൈ റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ആംഹോളിന്റെ ചുറ്റളവാണ് നമ്മൾക്ക് കാണേണ്ടതെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സൈ റൗണ്ട് കാണാൻ നമ്മളുടെ ചെസ്റ്റ് മെഷർമെന്റിനെ പകുതി കാണാം. ചെസ്റ്റ് മെഷർമെന്റിന്റെ പകുതി, അതായത് ഹാഫ് ചെസ്റ്റ് മൈനസ് 1.5 ഇഞ്ച്. 1.5 ഇഞ്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സൈ റൗണ്ട് കിട്ടും. സൈ റൗണ്ട് എന്ന് പറയുന്ന ആം ഹോൾ റൗണ്ട് അല്ലെങ്കിൽ ആം റൗണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗത്തിനെയാണ് സൈ റൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചെസ്റ്റിന്റെ ഹാഫ് കണ്ടിട്ട് അതിൽ നിന്ന് 1.5 ഇഞ്ച് മൈനസ് ചെയ്താൽ നമ്മുടെ ആം ഹോൾ റൗണ്ട് കിട്ടും. ഇതൊക്കെ ബേസിക് മെഷർമെന്റ്സ് ആണ്, അത് ഞാൻ പ്രത്യേകം പറയാണ് കേട്ടോ. നമ്മുടെ ബോഡിയിൽ നിന്ന് അളവുകൾ എടുക്കുമ്പോൾ ഇതിനെല്ലാം ചേഞ്ചസ് വരും. ഇതിപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ചെയ്യാവുന്ന ഒരു മെഷർമെന്റ്സ് ആണ്. ഇപ്പോൾ റെഡിമെയ്ഡ് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളുടെ റെഡിമെയ്ഡ് ഡ്രസ്സുകളൊന്നും നമുക്ക് ഒരുപാട് കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം എന്നില്ല. എങ്കിലും നമ്മൾക്ക് ഇതൊരു മെഷർമെന്റ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചുരിദാറുകളൊക്കെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു മെഷർമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ ഷോൾഡർ ഹാഫ് കാണാൻ വേണ്ടിയിട്ട്, ഹാഫ് ഷോൾഡർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ടിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം.
ഇപ്പോൾ ഒരു 38 ചെസ്റ്റ് തൊട്ടിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ത്, നമ്മളെ ചെസ്റ്റ് അളവിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 1/4 ഓഫ് ചെസ്റ്റ്, 1/4 ഓഫ് ചെസ്റ്റ് മൈനസ് 2.5. 40 ആണ് നമ്മളെ ചെസ്റ്റ് അളവെങ്കിൽ 40യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ 10 ഇഞ്ച് കിട്ടും അല്ലേ. ആ 10ൽ നിന്ന് 2.5 മൈനസ് ചെയ്ത് കഴിഞ്ഞാലോ നമ്മൾക്ക് 7.5 കിട്ടും. അപ്പൊ ആ 7.5 നമ്മളുടെ ഹാഫ് ഷോൾഡർ ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഒരു കാര്യം. ഇപ്പോൾ 38 ചെസ്റ്റ് കേട്ടോ. ഇനിയിപ്പോൾ 36ഉം തൊട്ട് 38 വരെ ആണെന്നുവെച്ചെങ്കിൽ 2 ഇഞ്ച് മൈനസ് ചെയ്യാം. അതിനും താഴേക്കാണെങ്കിൽ അതിൽ നിന്ന് അരയിഞ്ച് വെച്ചിട്ട് നമുക്ക് കുറച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ 34 തൊട്ട് 36 വരെ ആണെന്നുവെച്ചെങ്കിൽ 1.25 അല്ലെങ്കിൽ 1.5 കൊടുക്കാം. 32 ആണെങ്കിൽ 1 കൊടുക്കാം. അങ്ങനെയുള്ളൊരു മെഷർമെന്റ്സ് ആണ് ഇതിൽ വരുന്നത് കേട്ടല്ലോ, ഹാഫ് ഷോൾഡർ വരികയാണെങ്കിൽ കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ടിലെ നെക്ക് ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുക? ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6. മനസ്സിലായല്ലോ. ചെസ്റ്റിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൻസർ നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പോൾ 40 ആണ് എൻ്റെ ചെസ്റ്റ് അളവ് എങ്കിൽ 40 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ എനിക്ക് 6.6 ആണ് കിട്ടുന്നത്. അപ്പോൾ ഫ്രണ്ടിലത്തെ നെക്ക് ലെങ്ത് 6.6 കറക്റ്റ് ആവില്ലേ? അപ്പോൾ 40 ഒക്കെ ചെസ്റ്റ് അളവുള്ള ആൾക്ക് 6.5 ഒക്കെ കറക്റ്റ് ആയിട്ട് വരും. ഇനിയിപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത്തും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ബാക്ക് നെക്ക് ലെങ്ത് 6.5 തന്നെ കൊടുക്കാം. അതല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയൊന്നും നമ്മളിപ്പോൾ ഒരു റെഡിമെയ്ഡ് ഗാർമെന്റിനൊന്നും ഇത്ര അധികം നമ്മൾ കൊടുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഈ 6.5യുടെ പകുതി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഒരു 3.25 അല്ലെങ്കിൽ 3.5 നമുക്കിവിടെ ബാക്ക് നെക്ക് ലെങ്ത് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിന്റെ പകുതി കേട്ടോ. ഇത് തന്നെ കൊടുക്കണവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന്റെ പകുതി കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് ഡാർട്ടിന്റെ വിഡ്ത്ത്. ഡാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടക്ക് എന്ന് പറയുന്നതിനെയാണ് ഡാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ടക്കിന് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയേണ്ട ടേം ആണ് ഡാർട്ട് എന്ന്. മനസ്സിലായല്ലോ. ടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലൗസിലും അതുപോലെ ചുരിദാറിലൊക്കെ നമ്മൾ പിൻ ടക്സ് അല്ലെങ്കിൽ ബ്രോഡ് ടക്സ് ഒക്കെ ഇടാറില്ലേ, അതിനാണ് ടക്ക് എന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നത്. ബ്ലൗസിൽ നമ്മളത് ഷേപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, അതിന് ഡാർട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ചുരിദാറിലായാലും നമ്മൾ ഷേപ്പിന് വേണ്ടി കൊടുക്കുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ ഡാർട്ട് എന്നാണ് പറയുക. ടക്സ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന ടക്കുകളെയാണ് നമ്മൾ ടക്ക് എന്ന് പറയേണ്ടത്. ഉള്ളിൽ നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതിനൊക്കെ ഡാർട്ട് എന്നാണ് പറയേണ്ടത് കേട്ടോ. അപ്പം ഞാൻ മിക്കപ്പോഴും ഡാർട്ട് എന്നാണ് ഓരോ ഇതിലും പറയുന്നുണ്ടാവുക. അപ്പോൾ അത് എന്താണ് എന്ന് കൺഫ്യൂഷൻ വേണ്ട കേട്ടല്ലോ. നമ്മൾ ബ്ലൗസിനോ അല്ലെങ്കിൽ ചുരിദാറിനൊക്കെ ഷേപ്പിന് വേണ്ടിയിട്ട് ഇടുന്ന ആ ഒരു ഇത് അതിൻ്റെ വിഡ്ത്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് ഞാൻ പറയുന്നത്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 വരുമ്പോൾ 40 ഡിവൈഡഡ് ബൈ 10 വരുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? 4 ഇഞ്ചാണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ഒരു ഡാർട്ടിന്റെ ഹാഫ് ആയിട്ട് വരുന്ന ഭാഗമാണ് എന്ത്, നമ്മളുടെ 4ആയിട്ട് മടക്കി ഇടുമ്പോൾ നമ്മൾ അളവെടുക്കുന്നില്ലേ. ഇപ്പോൾ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് നമ്മൾ 4 ഇഞ്ചാണ് നമ്മളെ ഡാർട്ടിന്റെ വിഡ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ അളവെടുക്കുക. അവിടെയാണ് 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഷേപ്പ് ഒക്കെ വരച്ചെടുക്കുക കേട്ടല്ലോ. അപ്പോൾ ഏതൊരാൾക്കും ആളുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ ഡാർട്ടിന്റെ വിഡ്ത്ത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ആം ഹോളിനെ ഷേപ്പ് വരയ്ക്കില്ലേ, നമ്മൾ ഷേപ്പ് വരയ്ക്കുമ്പോൾ ഇതിപ്പോൾ നമ്മളുടെ ചെസ്റ്റ് അതുപോലെ തന്നെ ഇത് ഷോൾഡർ, ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ബോഡി പാർട്ട് വരുന്നത്. ഇപ്പോൾ ഇതേപോലെ ഒരു ആം ഹോളിന്റെ ഷേപ്പ് നമ്മളിങ്ങനെ വരയ്ക്കും അല്ലേ. ഈ ഷേപ്പ് വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് ഞാൻ പറയുന്നത്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 24. അപ്പം നമ്മൾ ഇവിടുത്തെ സെൻറ്റർ കണ്ടു. അതുപോലെ തന്നെ നമ്മളിവിടെ ബസ്റ്റിൻ്റെ 4/1 പ്ലസ് ലൂസും കൂടിയിട്ടുള്ള അളവും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 24. ഓക്കെ. ഇവിടുത്തെ കേസിൽ 40 ആണ്. അപ്പോൾ 40യുടെ ഇത് വരുമ്പോൾ 1.6 ആണ് എനിക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെയാണ് പോവുക. അപ്പോൾ 1.6 എവിടെയാണ് അടയാളപ്പെടുത്തിയതെങ്കിൽ ഈ സെൻറ്ററും അതുപോലെ തന്നെ ഈ 1.6ഉം അതുപോലെ തന്നെ നമ്മുടെ ഈ മെഷർമെൻറ്റും ഇത് കൂടിയിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. കണ്ടല്ലോ. ഇനി അതുപോലെ തന്നെ നെക്ക് വിഡ്ത്ത് കാണാൻ വേണ്ടിയിട്ട് നെക്കിന്റെ വിഡ്ത്ത് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 40 ഡിവൈഡഡ് ബൈ 12. 40 ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3.25 കിട്ടും.
മനസ്സിലായല്ലോ? ഈ 3.4 നമ്മളുടെ നെക്ക് വിടുത്തായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിന്റെ വിടുത്ത് കാണാൻ ഇപ്പൊ ഇത് 3.4 നമ്മൾ ചൂസ് ചെയ്തു. ഇനി ഷോൾഡറിന്റെ വിടുത്ത്, ഷോൾഡർ ടിപ്പിന്റെ വിടുത്ത് കേട്ടോ, ഷോൾഡർ ടിപ്പിന്റെ വിടുത്ത്, അതായത് ഇവിടെ നമ്മൾ 3.4 മാർക്ക് ചെയ്തു, ഇവിടേക്ക് ഇവിടേക്കുള്ള അകലം. മനസ്സിലായല്ലോ? ഈ സെയിം തന്നെ ഷോൾഡർ ടിപ്പിന്റെ വിടുത്ത് എത്രയാണെന്ന് കാണാൻ ഇതേപോലെ തന്നെ 40/12 കാണാം. അപ്പോൾ എത്രയാണ് കിട്ടുക? 3.4 തന്നെ. മനസ്സിലായല്ലോ? അപ്പൊ എത്രയാണ് ടോട്ടൽ ഷോൾഡർ വരിക? നമുക്ക് 3.4 നമ്മുടെ നെക്കിന്റെ വിടുത്തും കിട്ടി, 3.4 നമ്മുടെ ഷോൾഡർ ടിപ്പിന്റെ വിടുത്തും കിട്ടി. അപ്പൊ ടോട്ടൽ 6.5 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ പല പല ടേംസ് ഉണ്ട്, ഇതിന് പല മെത്തേഡുകളുണ്ട്. അതിൽ നമ്മൾക്ക് ചൂസ് ചെയ്യും. ഇപ്പോൾ നെക്കിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഇതുപോലെ ഈ ഒരു വിടുത്ത് കൂടുന്നതും ചേഞ്ചസ് വരും. ഇപ്പോൾ ഷോൾഡർ കൂടുന്നതും ചേഞ്ചസ് വരും. മനസ്സിലാവുന്നുണ്ടോ? നെക്കിന്റെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് തന്നെ ഇപ്പൊ ഈ ഒരു ഷോൾഡറിൽ മാറ്റം വരാം, അതുപോലെ തന്നെ നെക്കിന്റെ വിടുത്തിൽ മാറ്റം വരാം. ഇതെല്ലാം ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ളൊരു ഫോർമുല മാത്രമാണ്. അപ്പൊ നമ്മൾക്കിത് അളവുകളൊന്നും എടുക്കാത്തൊരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡുകളാണ് കേട്ടോ. ഇനി നമ്മൾക്ക് നെക്കിന്റെ വിടുത്ത് നമ്മുടെ കഴുത്തിറക്കത്തിനനുസരിച്ച് എങ്ങനെ കണക്കാക്കാൻ നോക്കാം. നെക്കിന്റെ വിടുത്ത് നെക്ക് ലെങ്തിനനുസരിച്ച് നെക്ക് ലെങ്ത് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഒരു 8 ഇഞ്ച് നെക്ക് ബാക്ക് നെക്ക് ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബ്ലൗസിനൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ബാക്ക് നെക്ക് എനിക്ക് 8 ഇഞ്ച് ലെങ്ത് ഉണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 9 ഇഞ്ച് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 9 ഇഞ്ച് നമുക്ക് നോക്കാം. ഇപ്പൊ എൻ്റെ നെക്കിന്റെ ലെങ്ത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് ബാക്ക് നെക്ക് എനിക്ക് ഉണ്ട്. ഒരു ബ്ലൗസിന് വേണ്ടിയിട്ട് എനിക്ക് 9 ഇഞ്ച് ബാക്ക് നെക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരു ബ്ലൗസിന്റെ നെക്കിന്റെ വിടുത്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഫോർമുലയാണ് ലെങ്ത്തിന്റെ കൂടെ നമ്മൾ +4 ഇഞ്ച് ലെങ്ത്തിന്റെ കൂടെ കേട്ടോ. അതായത് നെക്ക് ലെങ്ത്തിന്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക. 4 ഇഞ്ച് കൂട്ടുമ്പോൾ എത്രയാണ് വരിക? 13 ഇഞ്ച് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലെങ്തിനനുസരിച്ച് നമ്മൾ 4 ഇഞ്ച് കൂട്ടി, ആ ലെങ്ത്തിനോട് കൂടി 4 ഇഞ്ച് കൂട്ടി. ഇപ്പോൾ 8 ഇഞ്ചാണെങ്കിൽ 8ന്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയാൽ 12 ഇഞ്ച് കിട്ടും. 10 ഇഞ്ചാണെങ്കിൽ 14 ഇഞ്ച് കിട്ടും അല്ലെ? അങ്ങനെ കിട്ടുന്ന ആൻസർ നമ്മൾ നമ്മളുടെ ബസ്റ്റിൽ നിന്ന് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 40 ആണെന്നെങ്കിൽ 40 / 13. മനസ്സിലായല്ലോ? 13 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ ആ 3 ഇഞ്ച് നെക്ക് വിടുത്ത് കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ്? ആ 3 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്കിന്റെ വിടുത്ത് കൊടുക്കുള്ളൂ കേട്ടോ. ബ്ലൗസിനൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. 3 ഇഞ്ചാണ് നമ്മളെ നെക്ക് വിടുത്ത് കിട്ടിയതെങ്കിൽ നമ്മൾ 2.25 നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ 3 ഇഞ്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിടുത്ത് വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നെക്കിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നമ്മളെ നെക്ക് വിടുത്ത് വരുന്നത് 3 ഇഞ്ചായിരിക്കും. അതിൽ നിന്ന് 4 ഇഞ്ച്, അതായത് ഇങ്ങനെ കിട്ടുന്ന ആൻസറിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്താൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോ തോന്നാം ഇതിപ്പോ നെക്കിന്റെ വിടുത്ത് മാത്രമല്ലേ ഉള്ളൂ, ഇപ്പൊ നമ്മളെ ഷോൾഡർ എന്ത് ചെയ്യുന്നു തോന്നാം അല്ലെ? അപ്പൊ ഷോൾഡർ കണക്കാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഷോൾഡർ ഹാഫ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? 1/4 ജസ്റ്റ് മൈനസ് 2.5 കിട്ടിയില്ലേ? നമ്മൾ ആ മെഷർമെന്റിൽ നിന്നാണ് ഇനി നമ്മൾ കണക്കാക്കുക. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഷോൾഡർ കിട്ടുന്നത് 15 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ 7.5 എൻ്റെ അത് 15 എൻ്റെ ഷോൾഡർ, ടോട്ടലുള്ള ഷോൾഡർ എന്ന് വിചാരിച്ചോ. അപ്പൊ ആ അളവ് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഷോൾഡർ കണക്കാക്കാം, അതായത് നെക്ക് ഡെപ്തിനനുസരിച്ച് എങ്ങനെയാണ് ഷോൾഡർ കണക്കാക്കുക എന്നുള്ള കണക്കാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടുത്തെ ഷോൾഡർ എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. 15 ഇഞ്ച് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? നമ്മുടെ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 2.5 ഇഞ്ച് മൈനസ് ചെയ്തു അല്ലെ? ആ മൈനസ് ചെയ്ത ആൻസർ ആണ് 15 ഇഞ്ച് എനിക്ക് കിട്ടിയത്. അപ്പൊ ഇനി നെക്ക് ഡെപ്ത് അനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ 15ൽ നിന്നാണ് ഇനി മൈനസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ നെക്ക് ലെങ്ത് വന്നിട്ടുള്ള 9 ഇഞ്ചാണ്. 9 ഇഞ്ച് എനിക്ക് 40 ചെസ്റ്റ് അളവുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ഷോൾഡർ കൊടുക്കുമ്പോൾ ഈ ലെങ്ത്തിനനുസരിച്ച് എങ്ങനെ ഷോൾഡർ കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ 9 ഇഞ്ചിനെ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ 9 / 2.5 നമ്മുടെ ഇറക്കത്തിന് നമ്മൾ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യം തന്നെ എത്രയാണ് ലെങ്ത് നമ്മൾ ഡെപ്ത് കൊടുക്കുന്നത്, നമ്മുടെ കഴുത്തിന് എത്രയാണ് ഡെപ്ത് കൊടുക്കുന്നത് അതിന് 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആദ്യം തന്നെ കേട്ടോ.
ഇപ്പോൾ 10 ആണെങ്കിൽ 10നെ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ബേസിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. ഇപ്പൊ നമ്മൾ 2.5 ഇഞ്ചാണ് ബേസിക് ആയിട്ടുള്ളൊരു നെക്ക് കൊടുക്കുക, ബാക്ക് നെക്ക്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ലെങ്ത് കൂടും തോറും നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു കണക്കാണിത് കേട്ടോ. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്നത് 3.6 ആണ് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 9നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3.6 ആണ് കിട്ടുന്നത്. ഇപ്പൊ എന്റെ ആക്ച്വൽ ഷോൾഡർ വന്നിട്ടുള്ള 15 ഇഞ്ചാണ്. അപ്പൊ ആ 15ൽ നിന്ന് ഞാൻ ഈ 3.6 മൈനസ് ചെയ്യണം. ഇതാണ് ആക്ച്വൽ ഷോൾഡർ. അതിൽ നിന്ന് നമ്മൾ ഈ ആൻസർ കിട്ടിയത് അത് മൈനസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പോൾ ഷോൾഡർ കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് 1/4 ജസ്റ്റ് മൈനസ് 2.50 എന്നുള്ളത് ഞാൻ പറഞ്ഞു അല്ലേ. 2.5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആക്ച്വൽ ഷോൾഡർ കിട്ടും. അതിൽ നിന്ന് വീണ്ടും നമ്മൾ നെക്ക് ഡെപ്ത് അനുസരിച്ച് ഇതെല്ലാം കുറച്ച് കൊണ്ടുവരണം. അതിന്റെ തിയറി ഒക്കെ പിന്നീട് നമ്മൾ 4 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ കുറച്ചുകൊണ്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? 4 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഓരോ നെക്ക് ലെങ്ത്തിനനുസരിച്ച് ഞാൻ ഇത് കുറച്ചുകൊണ്ടിരിക്കണം. അപ്പൊ 7.5 ആണ് കിട്ടുന്നതെങ്കിൽ 7.5ൽ നിന്ന് 4 ഇഞ്ച്, പിന്നീടുള്ള ഇതിൽ നിന്നും ഓരോ ഇഞ്ചസ് കൂടുമ്പോഴും നമ്മൾ ഈ 7.5ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ഷോൾഡർ തിയറി പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നെക്ക് ഡെപ്ത് അനുസരിച്ച് ഇതുപോലെ കണ്ടുപിടിക്കാവുന്നുള്ളൊരു കണക്ക് കൂടിയുണ്ട്. അപ്പൊ 15ൽ നിന്ന് ഞാൻ 3.6 മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 11.4 ആയിരിക്കും. ഇതിന്റെ പകുതിയാണ് നമ്മൾ ക്ലോത്തിൽ അപ്ലൈ ചെയ്യുക. ഇതിന്റെ പകുതി കൊടുക്കുമ്പോൾ 5.7 ആണ് എനിക്ക് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? 9 ഇഞ്ച് നമ്മുടെ നെക്ക് ഡെപ്ത് വരുമ്പോൾ ഷോൾഡറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5.25 ആണ് ഞാനിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 2.25 ആണ് എൻ്റെ നെക്കിന്റെ വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ കണക്കുകൾ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്ക് കൊണ്ടാണ് എൻ്റെ വീഡിയോ റീച്ച് ആവുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുമ്പോൾ എത്താനായാലും നിങ്ങളുടെ ഓരോ ലൈക്ക് കൊണ്ടാണ് ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത് ആരും. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്തിട്ട് പോവാം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.